പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളും ഊട്ടുനേർച്ചയും ഒക്ടോബർ 4-5 തീയതികളിൽ നടക്കും. ശനിയാഴ്ച വൈകുന്നേരം 4-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്കും തിരുനാളിന്റെ ഭാഗമായി നിർധനരായ 3 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള കാരുണ്യ ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഊട്ടുനേർച്ച വെഞ്ചരിപ്പ്, തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന, വൈകിട്ട് 3:30-ന് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് ബാൻഡ് സംഗമവും വർണ്ണമഴയും അരങ്ങേറും. വികാരി ഫാദർ ടോം മാളിയേക്കൽ, അസിസ്റ്റന്റ് വികാരി റൈസൻ തട്ടിൽ, ഡേവിസ് മാളിയേക്കൽ, തോമസ് മെലേപ്പുറം, ജിജോ പൊട്ടത്തുപറമ്പിൽ, വർഗീസ് പുല്ലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടക്കാരുടെ ദേശീയോത്സവം എന്ന് പറഞ്ഞാൽ കോട്ടപ്പെരുന്നാളാണ്. അത് കോട്ടക്കാരുടെ മാത്രമല്ല, അവിടെ വരുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും ഒരു ആഘോഷമാണ് കോട്ടപ്പെരുന്നാൾ. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്ന വിശുദ്ധയുടെ പ്രത്യേകതയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ് ആ ഇടവകയുടെ വിശുദ്ധ. അതുകൊണ്ട് ഈ വിശുദ്ധയുടെ തിരുനാള് ഒക്ടോബർ 1-ാം തീയതിയാണ് സഭയിൽ ആചരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇടവകയുടെ സൗകര്യാർത്ഥം 1-ാം തീയതി കഴിഞ്ഞു വരുന്ന ശനി ഞായറാണ് ഞങ്ങൾ നടത്തുക. ഈ വർഷം ഇത് ഈ ഒക്ടോബർ 4-5 തീയതികളിൽ നടത്തണം. ഇതിനുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പ്രാവശ്യത്തെ തിരുനാളിന്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 100 വർഷം തികയും. അതിന്റെ ഒരു വലിയ ആഘോഷം ഈ പള്ളിയിൽ നടന്നിട്ടുണ്ട്. ആ ആഘോഷത്തിന്റെ വെളിച്ചത്തിലാണ് ഈ വർഷത്തെ തിരുനാൾ നടക്കുന്നത്. വിശുദ്ധയായി പ്രഖ്യാപിച്ച ഈ 100 വർഷം ആചരിക്കുന്ന ഈ അവസരത്തിൽ, ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾ നടത്തുന്ന തിരുനാളിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടെത്തുന്നത്, എല്ലാ വർഷവും ഞങ്ങൾ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടും. പക്ഷെ ഈ പ്രാവശ്യത്തെ തിരുനാളിൽ ഞങ്ങൾ ആഘോഷത്തോടൊപ്പം കാരുണ്യത്തിന്റെ ഒരു മുഖം കൂടി ചേർത്ത് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ തിരുനാളിന് ഞങ്ങൾ സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ തിരുനാൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ തിരുനാൾ കഴിയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ 10 വീടുകളെങ്കിലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. അതിന്റെ ആദ്യത്തെ നടപടിയായിട്ട് ഈ തിരുനാളിന്റെ 4-ാം തീയതി അന്ന് വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത്, അന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. അദ്ദേഹം ആ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം 3 വീടിനുള്ള ശില ആശീർവദിക്കും. അത് ഈ വർഷം തന്നെ അതിന്റെ പണികൾ ആരംഭിച്ച് അടുത്ത തിരുനാളിന് മുമ്പ് അത് കൈമാറും. കൂടാതെ ഞങ്ങൾ ഈ തിരുനാൾ കഴിയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള രോഗി സഹായം. ചില രോഗങ്ങളൊക്കെ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. കിഡ്നി പേഷ്യൻസിന്റെ ഡയാലിസിസ്, അങ്ങനെയുള്ള രോഗികളെയും കൂടി സഹായിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി ഞങ്ങൾ ഇതോടുകൂടി ആരംഭിക്കുകയാണ്. ഈ വർഷം ഈ തിരുനാള് ആചരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്. പള്ളിയുടെ ശതാബ്ദി വരികയാണ്. 2030-ലാണ് ഈ പള്ളിയുടെ ശതാബ്ദി വരുന്നത്. 1930 ആരംഭിച്ച 70 ആരംഭിച്ച അല്ലെ 1930 നമ്മുടെ പള്ളിയുടെ സ്ഥാപനം നടന്നു. ഇപ്പോ ഇത് ശതാബ്ദി വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2030-ലാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തിരുനാളിന്റെ ആഘോഷങ്ങളെല്ലാം ഞങ്ങൾക്കൊരു മുഖം കൊടുക്കുകയാണ്. ഈ തിരുനാളുകൾ ഇങ്ങനെ മാത്രം ആഘോഷിച്ചാൽ പോരാ, ഞങ്ങൾക്ക് ഒരു കാരുണ്യം കൂടി അതിലുണ്ടാകണമെന്നുള്ള. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ